ഇസ്ലാം ദൈവിക മതമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അത് മനുഷ്യ ജീവിതത്തിൻ്റെ നിഖില മേഖലകളെയും ഉൾക്കൊള്ളുന്ന സമഗ്രമായ ഒരു ജീവിത ശൈലിയും സംസ്കാരവുമാണ്. ഇസ്ലാമിലെ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും രൂപീകരിക്കുവാൻ സൃഷ്ടികളിൽ ഒരാൾക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഇസ്ലാം അനുവാദമോ അവകാശമോ നൽകുന്നില്ല. വിശുദ്ധ ഖുർആനും സ്ഥിരപ്പെട്ട നബിചര്യയുമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ. പ്രമാണങ്ങളിൽ വ്യക്തമാക്കപ്പെട്ടത് മാത്രമേ ഇസ്ലാമിലെ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളുമായി അംഗീകരിക്കപ്പെടുകയുള്ളൂ. മതപണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾക്ക് ഇസ്ലാമിൽ യാതൊരു അപ്രമാദിത്വവുമില്ല. പ്രമാണബദ്ധമായ അഭിപ്രായങ്ങൾക്കും പ്രസ്താവനകൾക്കും മാത്രമേ അതിൽ സ്വീകാര്യതയുള്ളൂ. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ഏത് കാലത്തുള്ളവർക്കും ഒന്നു തന്നെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവിടുത്തോടൊപ്പം സഹവസിച്ച് ജീവിച്ച സഹാബത്തിനും ഇനി ലോകാവസാനം വരെ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്കും പ്രമാണം ഒന്ന് തന്നെയാണ്. ഇസ്ലാമിൻ്റെ പ്രഥമവും പ്രധാനവുമായ പ്രമാണം വിശുദ്ധ ഖുർആനാണ്. അൽ അസ്ലുൽ അവ്വലു മിൻ ഉസൂലിൽ അദില്ല കിതാബുല്ലാഹി തആല. മുസ്ലിം ലോകം ഏകകണ്ഠമായി അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. ഇസ്ലാമിലെ രണ്ടാം പ്രമാണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട ചര്യയാകുന്നു. വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം വലഅല്ലഹും യതഫക്കറൂൻ. സൂറ നഹ്ലിലെ 44-ാമത്തെ സൂക്തമാണ്. നിനക്ക് നാം വേദം അവതരിപ്പിച്ചിരിക്കുന്നത് ജനങ്ങൾക്കായി അവതരിപ്പിക്കപ്പെട്ടത് നീ വിശദീകരിച്ചു കൊടുക്കാനാണ്, അവർ ചിന്തിച്ചു ഗ്രഹിക്കാൻ വേണ്ടിയും കൂടിയാണ്. മുസ്ലിങ്ങളുടെ ഏതൊരു പ്രശ്നത്തിനും പരിഹാരമായി, സംശയത്തിന് നിവാരണമായി, ചോദ്യത്തിന് ഉത്തരമായി പരതേണ്ട പ്രമാണം ഖുർആനാണ്. മാനവകുലത്തിന് ലഭിച്ച മഹത്തരമായ സന്മാർഗ ഉപദേശമാണത്. ഈ ഉദ്ബോധന ഗ്രന്ഥം മാനവ കുലത്തിന് മുമ്പിൽ വിശ്വോത്തരവും ചിന്താദീപകവുമായ ഒരു ആദർശമാണ് കാഴ്ചവെക്കുന്നത്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ ഹാദാ ബസായിറു ലിന്നാസി വഹുദൻ വറഹ്മത്തുൽ ലിഖൗമി യുഖിനൂൻ. ഇത് ജനങ്ങളുടെ ചിന്തയെ പ്രകാശിപ്പിക്കുന്ന രേഖകളും ദൃഢമായി വിശ്വസിക്കുന്നവർക്ക് സന്മാർഗവും കാരുണ്യവുമാകുന്നു. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറ അന വമനിത്തബഅനി. പറയുക, ഇത് എൻ്റെ മാർഗമാകുന്നു, എന്നെ പിൻപറ്റിയവരും അള്ളാഹുവിങ്കലേക്ക് ക്ഷണിക്കുന്നത് ചിന്തയെ പ്രകാശിപ്പിക്കുന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിലാകുന്നു. ബുദ്ധി ഉപയോഗിക്കുവാനും ചിന്തിക്കുവാനും ഇത്രയധികം പ്രോത്സാഹനവും പ്രേരണയും നൽകുന്ന ഒരു മതഗ്രന്ഥം പരിശുദ്ധ ഖുർആനിനെ പോലെ വേറെയില്ല. ചിന്ത എന്ന അർത്ഥത്തിലുള്ള ഫിക്ർ, അതിൻ്റെ മുസ്തഖാത്തുകൾ 18 തവണയും, പരിചിന്തനം എന്ന അർത്ഥമുള്ള തദബ്ബുർ, അതിൻ്റെ മുസ്തഖാത്തുകളും 44 തവണയും, അഖിൽ ബുദ്ധി ഉപയോഗിക്കുക എന്ന അർത്ഥത്തിലുള്ള അഖല എന്ന പദവും അതിൻ്റെ മുസ്തഖാത്തുകൾ 49 തവണയും വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ദൈവിക ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ കണ്ണും കാതും ചിന്തയും ഉപയോഗിക്കാത്തവരെ അടച്ചാക്ഷേപിക്കുന്ന നിരവധി വചനങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഒരു ഉദാഹരണം, ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹി സുമ്മുൽ ബുക്മുല്ലദീന ലാ യഖിലൂൻ. ചിന്തിക്കാത്ത ബധിരരും മൂകരുമാകുന്നു അള്ളാഹുവിങ്കൽ ഏറ്റവും വലിയ നികൃഷ്ട ജീവി. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ശിഷ്യന്മാരെ ഈ ഒരു ചിന്താധാരയിലൂടെയാണ് വളർത്തിയെടുത്തിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അവരിൽ സാധാരണക്കാരും റസൂലുള്ള ഭരണ ചുമതല നൽകി പല പ്രദേശങ്ങളിലേക്കും നിയോഗിച്ചിരുന്ന ആളുകളുമൊക്കെ തന്നെ അവരോട് നൽകിയ ഉപദേശങ്ങളിലും ഈ കാര്യം വളരെ വ്യക്തമായി കാണാൻ കഴിയും. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യമനിലെ ഗവർണറായി ചുമതലയേറ്റ് പുറപ്പെട്ടപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ അറാദ അൻ യബ്അസ മുആദൻ ഇലൽ യമൻ ഖാല കൈഫ തഖ്ലി ഇദാ അറല ലക ഖള. ഒരു പ്രശ്നം
നിൻ്റെ മുമ്പിൽ വന്നാൽ നീ എങ്ങനെ അത് പരിഹരിക്കും? കാല അഖ്ലീബി കിതാബില്ല, ഒന്നാം പ്രമാണം കൊണ്ട് പരിഹരിക്കും. കാല ഫഇല്ലം തജിദ് ഫി കിതാബില്ല, ഒന്നാം പ്രമാണത്തിൽ കണ്ടിട്ടില്ലെങ്കിലോ? ഫബി സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാല ഫഇല്ലം യകുൻ ഫി സുന്നത്തി റസൂലില്ല, രണ്ടാം പ്രമാണത്തിലില്ലെങ്കിലോ? കാല അജ്തഹിദു ബിറഈ വല ആലു, ഞാൻ ആ വിഷയത്തിൽ ഗവേഷണം നടത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വല ആലു എന്ന് പറഞ്ഞാൽ വല അൻഖുസു ഫി ബദിലിൽ ജുഹദി വല തക്കാസലു വല തഅഖർ, ഞാൻ ഒരിക്കലും അതിൽ ഒരു പോരായ്മയും വരുത്തുകയില്ല എൻ്റെ ഗവേഷണത്തിലെന്നാണ്. ഇത് കേട്ടപ്പോൾ ഫളറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദിരി, പ്രവാചകൻ എൻ്റെ നെഞ്ചിൽ തട്ടി. ഖാല, പ്രവാചകൻ ഇങ്ങനെ പ്രതിവചിച്ചു, അൽഹംദുലില്ലാഹില്ലദി വഫഖ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിമാ യർലാ റസൂലല്ലാഹ്. ഇതാണ് പ്രവാചക ശിഷ്യന്മാരുടെയൊക്കെ മാതൃകയായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു താൻ നിയോഗിച്ച ഭരണാധികാരിയിലേക്ക് കത്തെഴുതിയപ്പോൾ പറഞ്ഞു, കത്തബ ഉമർ ഇലാ ശുറൈഹിൻ ഉൻദുർ മാ തബയ്യന ലക മിൻ കിതാബില്ല. ആദ്യം അതാണ് പരിഗണിക്കേണ്ടത്. ഫലാ തസ്അൽ അൻഹു അഹദ, ഒന്നാം പ്രമാണത്തിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിച്ചാൽ പിന്നെ നീ വേറെ ആരോടും അതിനെ ചോദിച്ചന്വേഷിക്കേണ്ടതില്ല. ഫഇല്ലം യതബയ്യൻ ലക മിൻ കിതാബില്ല, ഖുർആനിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഫത്തബിഉ ഫീഹി സുന്നത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലം യതബയ്യൻ ലക മിനസ് സുന്ന ഫജ്തഹിദ് ഫീഹി റഅയക്, അപ്പോൾ നീ ആ വിഷയത്തിൽ ഗവേഷണം നടത്തണം എന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ. ഇതാണ് ശരിക്കും നമ്മുടെ ഈ വിഷയത്തിലേക്ക് വരുന്ന അതിൻ്റെ മർമ്മപ്രധാനമായ ഭാഗം. പ്രവാചകൻ്റെയും ഖലീഫമാരുടെയും കാലത്തുണ്ടായിരുന്ന ഇത്തരം അനുഭവങ്ങളിൽ നിന്നും പ്രശ്നപരിഹാരങ്ങൾക്കായി പ്രമാണങ്ങളെ അവർ ഉപയോഗപ്പെടുത്തിയിരുന്ന രീതിയും അതിൻ്റെ മുൻഗണനാക്രമവും എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഖിയാസ്, അതായത് ഇജ്തിഹാദ്. വിശുദ്ധ ഖുർആനിനെയും നബിചര്യയെയും പോലെ ഒരു അടിസ്ഥാന പ്രമാണമല്ല ഇത് എങ്കിലും രണ്ട് അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്നും നിർദ്ധാരണം ചെയ്തെടുക്കുന്ന ഒരു ഉപപ്രമാണമായിട്ടാണ് ഖിയാസിനെ അല്ലെങ്കിൽ ഇജ്തിഹാദിനെ കാണുന്നത്. ഇമാം ഷാഫി റഹിമത്തുള്ളാഹി അലൈഹി തൻ്റെ അർ-റിസാല എന്ന ഗ്രന്ഥത്തിൽ അൽ ഇജ്തിഹാദു ഹുവൽ ഖിയാസ് ഹുമാ ഇസ്മാനി ലി മഅന വാഹിദ് എന്ന് പറയുന്നുണ്ട്. ഒരേ ആശയത്തിലുള്ള രണ്ട് നാമങ്ങളാണ് ഇജ്തിഹാദ്, ഗവേഷണവും, ഖിയാസ്, തുലനാത്മക നിരൂപണവും എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു. സഹാബികളും താബികളും ഇജ്തിഹാദ് വ്യാപകമായി പ്രയോജനപ്പെടുത്തിയിരുന്നതായി ചരിത്രം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. വിവിധ സാഹചര്യങ്ങളിൽ അവർ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും മാർഗനിർദ്ദേശങ്ങൾ അടിസ്ഥാനമാക്കി പുതിയ വിധികൾ നിർദ്ധാരണം ചെയ്തെടുത്തിരുന്നു. ഇമാം അബൂ ഹനീഫ, ഇമാം ഷാഫി, ഇമാം മാലിക്, ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുമുള്ള തുടങ്ങിയ മഹാന്മാരും അവരുടെ ശിഷ്യന്മാരുമൊക്കെ ഇജ്തിഹാദ് നിർവഹിച്ചതിൻ്റെ മികച്ച ഉദാഹരണങ്ങളാണ്. അറബി ഭാഷയിലെ ജഹദ, ജുഹദ് എന്ന വാക്യത്തിൽ നിന്നാണ് ഇജ്തിഹാദ് എന്ന പദം ഉരുത്തിരിഞ്ഞു വരുന്നത്. പരമാവധി പരിശ്രമിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് ഒരു മുജ്തഹിദ് തൻ്റെ ബുദ്ധിപരമായ മുഴുവൻ ശേഷിയും ഒരു വിഷയത്തിൽ ശരിയായ വിധി കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇത് കേവലമായൊരു പഠനമോ അഭിപ്രായ സ്വരൂപണമോ അല്ല, മറിച്ച് പ്രമാണബദ്ധവും ഗൗരവതരവുമായ ഒരു പഠന പ്രക്രിയയാണ് ഇജ്തിഹാദ്. ഇസ്ലാമിക മാനത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ഹക്കമൽ ഹാക്കിമു ഫി ഷൈഇൻ ഫജ്തഹദ സുമ്മ അസാബ ഫലഹു അജ്റാനി. ഒരു വ്യക്തി ഒരു വിഷയത്തിൽ ഗവേഷണം നടത്തി അത് ശരിയായി തീരുകയാണെങ്കിൽ അദ്ദേഹത്തിന് രണ്ട് പ്രതിഫലമാണ്. വൈദാ ഹക്കമ ഫജ്തഹദ സുമ്മ അഖ്ത ഫലഹു അജ്റുൻ വാഹിദ്. ഇനി ഗവേഷണം നടത്തി തെറ്റിയാൽ കൂലിയില്ല, ശിക്ഷയുണ്ട് എന്നല്ല, ഒരു പ്രതിഫലമുണ്ട് എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ശരിയായ വിധി കണ്ടെത്തുന്ന മുജ്തഹിദിന് ഇരട്ടി പ്രതിഫലം, തെറ്റായ വിധിയിലെത്തുന്നവർക്ക് ഒരു പ്രതിഫലവും. ഇജ്തിഹാദിൻ്റെ പ്രോത്സാഹനത്തെയും അന്വേഷണത്തിൻ്റെ ആത്മാവിനെയും അടയാളപ്പെടുത്തുന്ന പ്രവാചക വചനങ്ങളാണിത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇജ്തിഹാദിൻ്റെ പ്രത്യേകതയാണ്, പഴയ
ഇജ്തിഹാദിൻ്റെ ആവശ്യകത. പഴയ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പുതിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്താൻ നമുക്ക് കഴിയില്ല. ഓരോ കാലഘട്ടത്തിനും അതിൻ്റേതായ പ്രശ്നങ്ങളും നവീനങ്ങളായ ആവശ്യങ്ങളുമുണ്ട്. പ്രപഞ്ചം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഘടികാരസൂചി നിലക്കാതെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. രാപ്പകലുകൾ മാറി മാറി വരുമ്പോൾ പൂർവികർക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത ആധുനിക സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ നിലക്ക് നവങ്ങളായ വിഷയങ്ങളിൽ പൗരാണിക പണ്ഡിതന്മാർ നൽകിയ മതവിധിയോ ഫത്വകളോ ഇക്കാലത്ത് അനുയോജ്യമായിരിക്കുകയില്ല. കാലദേശ സമ്പ്രദായങ്ങളുടെ മാറ്റമനുസരിച്ച് മതവിധികളും മാറുമെന്ന് അതുകൊണ്ടാണ് അവർ ഉറപ്പിച്ചു പറഞ്ഞത് മുൻഗാമികൾ. മാത്രവുമല്ല, അവരുടെ നിരീക്ഷണങ്ങളെ മാറ്റിവെച്ച് പുതിയ ഗവേഷണ വഴികൾ തുറക്കണമെന്ന് പൂർവികരായ പണ്ഡിതന്മാർ സധൈര്യം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇജ്തിഹാദ് നടത്തുക എന്നുള്ളത് ഇന്നൽ ഉലമാ മിൻ ജമീഇൽ മദാഹിബി മുത്തഫിഖൂന അലാ അന്നൽ ഇജ്തിഹാദ് ഫർളുൻ മിൻ ഫറളിൽ കിഫായാത്ത്. എല്ലാ മദ്ഹബുകളുടെയും ഇമാമുകൾ ഇജ്തിഹാദ് എന്നത് ഓരോ കാലത്തെയും സാമൂഹ്യ നിർബന്ധങ്ങളിൽ ഫർള് കിഫായയിൽ പെട്ടതാണെന്ന് ഏകമായി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ജീവിതാവശ്യങ്ങൾ മാറി വരികയും സാമൂഹ്യ ചുറ്റുപാടുകൾ പുരോഗതി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ ഇസ്ലാമിക ശരീഅത്ത് എല്ലാ കാലത്തിനും ദേശത്തിനും അനുയോജ്യമായതാണെന്ന ബോധ്യമാണ് ഇജ്തിഹാദിലൂടെ സാധ്യമായി തീരുന്നത്. ചുരുക്കത്തിൽ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഖുർആനിലും സുന്നത്തിലും സുവ്യക്തമായി വിവരിക്കാത്ത പ്രശ്നങ്ങൾക്ക് ഗവേഷണങ്ങളിലൂടെ മതവിധി കണ്ടെത്തുന്ന പരിശ്രമത്തിനാണ് ഇജ്തിഹാദ് അല്ലെങ്കിൽ ഖിയാസ് എന്ന് പറയുന്നത്. ഇജ്തിഹാദ് അംഗീകരിക്കാൻ പണ്ഡിതന്മാർ ചില നിബന്ധനകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഒന്ന്, ഖുർആനിലും സുന്നത്തിലും വ്യക്തമായി പ്രസ്താവിച്ച ഒരു വിഷയത്തിൽ പിന്നെ ഇജ്തിഹാദ് പാടില്ല. രണ്ട് കാര്യങ്ങളെ ഏകോപിപ്പിക്കുന്ന ഇല്ലത്ത്, കാരണം ഉണ്ടായിരിക്കണം. ഞാൻ സമയദൈർഘ്യം പറയുന്ന അതിൻ്റെ ഉദാഹരണങ്ങൾ പറയുന്നില്ല, ഈ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുള്ളൂ. മൂന്നാമത്തേത്, ഏതിനോടാണ് നാം ഖിയാസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മതവിധി അള്ളാഹും റസൂലും വ്യക്തമാക്കിയിരിക്കണം എന്നുള്ളതാണ്. നാലാമത്തേത്, കാരണം, അതായത് ഇല്ലത്ത് അള്ളാഹും റസൂലും തന്നെ വ്യക്തമാക്കിയിരിക്കണം. നമ്മുടെ ഗവേഷണങ്ങൾക്കനുസരിച്ച് ഇല്ലത്ത് കണ്ടുപിടിച്ച് അതിനോട് പിന്നെ ഇജ്തിഹാദ് ചെയ്യുന്നത് സ്വീകാര്യമായിരിക്കുകയില്ല. ആധുനിക പ്രശ്നങ്ങൾക്ക് മതവിധി ആവിഷ്കരിക്കുമ്പോൾ ഈ മൗലിക തത്വങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഈ മൗലിക തത്വങ്ങളിൽ പ്രധാനമായും ഒന്ന്, വാദിക്കുന്ന ആൾ തെളിവുകൾ ഹാജരാക്കണം എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു കാര്യം നിഷിദ്ധമാണെന്ന് പറയുന്നവർ വ്യക്തമായ തെളിവുകൾ കൊണ്ടുവരണം. കാരണം എല്ലാറ്റിൻ്റെയും അടിസ്ഥാന തത്വം അനുവദനീയമാണ് എന്നതാണ്. നിഷിദ്ധമാണ് എന്ന് പറയുന്ന ആൾക്കാരാണ്, ഹറാമാണെന്ന് പറയുന്നവരാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. കാരണം ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, അതായത് അൽ ബറാഅത്തുൽ അസ്ലിയ, എല്ലാ കാര്യങ്ങളും അള്ളാഹു നമുക്ക് സൃഷ്ടിച്ചതാണ് നമ്മുടെ ഉപകാരത്തിനും ഉപയോഗത്തിനും പ്രയോജനത്തിനും. അതിൽ ഒരു അടിസ്ഥാനപരമായ അനുവദനീയതയുണ്ട് എന്നതാണ് ഈ തെളിവിൻ്റെ അടിസ്ഥാനം. ഉദാഹരണം, ഒരാൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ അവയവങ്ങൾ ദാനം ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ പാടില്ല എന്ന് പറയുന്നവർ പ്രത്യേകം തെളിവ് ഹാജരാക്കണം. വിരോധമില്ല എന്ന് പറയുന്നവർക്ക് അത് ഹറാമാണ് എന്നതിന് തെളിവില്ല എന്നത് തന്നെ മതി. രണ്ടാമതായി, അതിൽ നന്മയും തിന്മയും ഉണ്ടായാൽ നന്മക്ക് മുൻഗണന കൊടുക്കണം. ഒരു കാര്യത്തിൽ നമ്മൾ മതവിധി പറയുമ്പോൾ നന്മയും തിന്മയും ഉണ്ട്, നന്മക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്. ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾക്കറിയാൻ പറയുന്നില്ല. മൂന്നാമതായി, നിർബന്ധിതാവസ്ഥയിൽ നിഷിദ്ധങ്ങൾ അനുവദനീയമാകും. നാലാമത്, രണ്ട് നിഷിദ്ധങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഗൗരവം കുറഞ്ഞത് അനുവദനീയമാകും. അഖഫുൽ ദററൈൻ സാധാരണ നമ്മൾ പറയാറുണ്ട്. അന്യ സ്ത്രീകളെ, അവരുടെ നഗ്നത നമ്മൾ കാണാൻ പാടില്ല, അവരെ നമ്മൾ സ്പർശിക്കാൻ പാടില്ല, അതൊക്കെ നിഷിദ്ധമാണ്. പക്ഷേ എന്നാൽ അവരെ ചികിത്സിക്കുന്നത് വേണ്ടി ചികിത്സാർത്ഥം ചിലപ്പോൾ നഗ്നത കാണേണ്ടി വരും, അവരെ സ്പർശിക്കേണ്ടി വരും, അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയൊക്കെ അത് വേണ്ടി വരും. അഞ്ചാമതായി, വ്യക്തി ഉടമാവകാശം സമൂഹത്തിന് ഉപദ്രവം ചെയ്യരുത്. വ്യക്തികൾക്ക് ഉടമാവകാശം ഇസ്ലാം അനുവദിച്ചു നൽകുന്നുണ്ട്. എന്നാൽ മറ്റുള്ള ആളുകൾക്ക്, പൊതുസമൂഹത്തിന് ഉപദ്രവകരമായ രീതിയിൽ നമ്മുടെ സ്വത്ത്, നമ്മുടെ പൊതു ഉടമാവകാശം നമ്മൾ ഉപയോഗിക്കാനോ വിനിയോഗിക്കാനോ പാടില്ല. ആറാമത്തേത്, നിയമം ലഘൂകരിക്കണം. ഏത് വിഷയത്തിലും
ഒരു ലഘൂകരണം. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. ദീനിൽ പഠിച്ചവൻ ഒരു ഇടങ്ങേറും ഉണ്ടാക്കി തന്നിട്ടില്ല. സാന്ദർഭികമായി ഞാനിപ്പോൾ പറയട്ടെ, ഇപ്പോൾ ഇത് നമ്മളിവിടെ ഇങ്ങനെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്? ദീനിൻ്റെ കാര്യങ്ങൾ പഠിക്കുകയാണ്. ദീനിൻ്റെ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് ഫർളോ സുന്നത്തോ? ഫർളോ സുന്നത്തോ? ഫർള് തന്നെയല്ലേ? ഒരു ഫർളായ കാര്യം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അധികം ആളുകളും എന്താണ്? യാത്രക്കാരാണ്. യാത്രക്കാർക്ക് നമസ്കാരം ജമ്മും കസുറാക്കി നിസ്കരിക്കാം, നമസ്കാരം തഖീറും ആക്കാം, അതേപോലെ തന്നെ ജമ്മു തഖ്ദീമും ആക്കാം സൗകര്യത്തിന് വേണ്ടി. നമ്മുടെ ഒരു പരിപാടി ഇങ്ങനെ നടക്കുകയാണ്. ഇതിൻ്റെ സുഗമമായൊരു പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ ഗവേഷണം ചെയ്യുകയാണെന്ന് വിചാരിക്കുക, ഇജ്തിഹാദ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക? നമുക്ക് തൽക്കാലം നമസ്കാരം പിന്തിപ്പിക്കുന്നതിന് വിരോധമില്ല എന്നൊരു നിഗമനത്തിൽ എത്തിച്ചേരാം. അല്ലാഹു ആലം. കേട്ടോ, സാധാരണഗതി. കാരണം എന്താ? വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. ഈ സംഗതി നമ്മൾ തന്നെ കുറച്ച് പ്രാക്ടിക്കലായി പോകണം. ഈ ജമ്മ് കസർ അതേപോലുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, യാത്രക്കാരായ ആളുകൾക്ക് പിന്നെ നൽകിയിട്ടുള്ളൊരു ഇളവാണെന്ത്? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, അള്ളാഹ് അനുവദിച്ച ഇളവ് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. പഠിച്ചോന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ഖുർആൻ തന്നെ നസ്സായി യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അത് ഞാൻ അധികം പറയണില്ല. അതേപോലെ തന്നെ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. ഇതേപോലെ ഒരു പണ്ഡിത ക്ലാസ്സിൽ ഇവിടെ സൗദിയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഷമീർ സ്വലാഹിക്കുണ്ട്. ഞാൻ പങ്കെടുക്കുകയാണ്. ഒരു ഹോളിൽ വെച്ച് തന്നെയാണ് ക്ലാസ്. ആ സമയത്ത് ബാങ്ക് കൊടുക്കുന്നുണ്ട്. വലിയ ഷെയ്ഖാണ്. മൂപ്പര് ക്ലാസ് നിർത്തുന്നൊന്നുമില്ല. മൂപ്പര് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബാങ്ക് കൊടുത്താൽ എന്ത് ചെയ്യും? ക്ലാസ് നിർത്തും. മൂപ്പര് ക്ലാസ് നിർത്തുന്നൊന്നുമില്ല, ബാങ്ക് കൊടുക്കുകയാണ്. ഇതിനെ പറ്റി സംശയം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ എന്താണ്? ബാങ്കിന് ജവാബ് പറയാന്നുള്ളത് ഫർളോ സുന്നത്തോ എന്ന് ചോദിച്ചു. അത് സുന്നത്താണെന്ന് പറഞ്ഞു. ഈ ക്ലാസ് ഫർളോ സുന്നത്തോ ചോദിച്ചു. ഇത് ഫർളാണെന്ന് പറഞ്ഞു. ഫർള് മാറ്റി വെച്ച് സുന്നത്ത് ചെയ്യണ്ട, ഫർളിൽ പോവുകയാണ്. അപ്പോൾ ഓരോ നിഗമനം ഇജ്തിഹാദാണ് സംഗതി. അല്ലാഹു ആലം. ഓക്കെ. അത് നിയമങ്ങൾ ഈ വിഷയത്തിൽ ആറാമത് ഇതിൻ്റെ അടിസ്ഥാനമായി പറയുന്നത് നിയമങ്ങൾ ലഘൂകരിക്കണം എപ്പോഴും. പിന്നെ ഏഴാമത്തേത് ഉസൂലിലേക്ക് സത്തയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? സത്തയിലേക്ക് എപ്പോഴും മടങ്ങണം. അപ്പോൾ ഉദാഹരണമായിട്ട് നിസ്കാരം തന്നെ നോക്കൂ നിങ്ങൾ. റുക്കൂ, ഖിയാമ്, റുക്കൂ, സുജൂദ്, ഇസ്തിഖ്ബാലുൽ ഖിബ്ല, അതൊക്കെ അതിൻ്റെ അടിസ്ഥാനപരമായ സംഗതിയാണ് അല്ലേ നിസ്കാരത്തിൻ്റെ. എന്നാൽ അതൊക്കെ ഇല്ലാതെ ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കേണ്ടി വരൂലേ? അപ്പോൾ നമസ്കാരം നിർവഹിക്കുക, അതിൻ്റെ പ്രാർത്ഥന, അതാണ് അതിൻ്റെ സത്ത. മറ്റതിൻ്റെ ലാഹിറാണ്. ലാഹിറും ബാത്തിനും എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാകും. അപ്പോൾ ബാത്തിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രാമുഖ്യം കൊടുക്കേണ്ടത്. ലാഹിർ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നതിന് വിരോധം ഉണ്ടാവില്ല, അത് നമുക്ക് പുറത്തു തരും. നമ്മൾ ട്രെയിനിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ കിബിലക്ക് നേരെ ആയിക്കൊള്ളുന്നില്ല. ബസ്സിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ കിബിലക്ക് നേരെ ആയിക്കൊള്ളുന്നില്ല. നമ്മുടെ റുക്കൂ ശരിക്കാകണമെന്നില്ല, സുജൂദ് ശരിക്കാകണമെന്നില്ല. ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഈ 7 അടിസ്ഥാന കാര്യങ്ങൾ ഇതിലൊക്കെ നമ്മൾ പാലിക്കണമെന്നുള്ളതാണ്. അവസാനിപ്പിക്കുകയാണ്. ഈ ആധുനിക കാലത്ത് ഉയർന്നു വരുന്ന പല പ്രശ്നങ്ങളിലും ഖുർആനിലും സുന്നത്തിലും വ്യക്തമായ നിർദ്ദേശങ്ങളില്ലാത്തതിനാൽ ഇജ്തിഹാദ് അനിവാര്യമായി മാറുന്നുണ്ട്. ആധുനിക കാലത്ത് സാങ്കേതിക വിദ്യ, സാമ്പത്തിക വ്യവസ്ഥ, സാമൂഹ്യ ഘടനകൾ എന്നിവയിൽ വൻ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ബയോ എത്തിക്സ്, ഫിനാൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ മേഖലകളിൽ പുതിയ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഈ സാഹചര്യങ്ങൾ ഇജ്തിഹാദ് അത്യന്താപേക്ഷിതമാണ്. ഇസ്ലാമിക നിയമങ്ങൾ കാലാനുസൃതമായി പ്രയോഗിക്കപ്പെടാൻ ഇജ്തിഹാദ് സഹായിക്കുന്നുണ്ട്. ചില ഉദാഹരണങ്ങൾ: ഇസ്ലാമിക് ഫിനാൻസ്, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിനെ കുറിച്ച് ഡിസ്കഷൻ ഇവിടെ വരുന്നുണ്ട്. പല ആധുനിക ബാങ്കിങ് സംവിധാനങ്ങളും ഇപ്പോഴും പലിശയിൽ അധിഷ്ഠിതമാണ്. അതിനാൽ മുജ്തഹിദുകൾ ഇജ്തിഹാദ് ഉപയോഗിച്ച് ഇസ്ലാമിക് ബാങ്കിങ്, മുറാബഹ, മുദാറബ തുടങ്ങി പലിശരഹിത സാമ്പത്തിക സ്വരൂപങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇൻഷുറൻസിൻ്റെ വിഷയത്തിലും തക്കാഫുൽ എന്ന ഒരു സഹകരണാടിസ്ഥാനത്തിലുള്ള മോഡൽ ഇജ്തിഹാദിൻ്റെ ഫലമായി ഈ രംഗത്ത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ബയോ എത്തിക്സ്, അതും മെഡിക്കൽ രംഗം. ഇപ്പോൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, ടെസ്റ്റ് ട്യൂബ് ബേബി, ക്ലോണിങ്,
ജീവൻ നിലനിർത്തുന്ന യന്ത്രങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിലൊക്കെ ഇജ്തിഹാദുകൾ നിർണായകമാണ്. ഉദാഹരണം, മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുക എന്ന മഹത്തായ ലക്ഷ്യം മുൻനിർത്തി ചില സാഹചര്യങ്ങൾ നമ്മൾ അവയവദാനം നൽകുന്നുണ്ട്. പണ്ഡിതന്മാർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഗവേഷണത്തിലൂടെ നമുക്ക് അനുവാദം നൽകുന്നുണ്ട്. ഇതിൽ ഉയർന്നു വരുന്ന വേറെയും കുറേ ചോദ്യങ്ങളുണ്ട്. ജീവൻ രക്ഷാർത്ഥം മൃഗത്തിൻ്റെ അവയവമോ അവയവഭാഗമോ മനുഷ്യന് മാറ്റിവെക്കാൻ അനുവദനീയമാണോ? അപ്പോൾ അങ്ങനെ ഈ ഗവേഷണ രംഗം പുരോഗതി പ്രാപിച്ചു. അനുവദനീയമാണെങ്കിൽ തന്നെ മൃഗങ്ങളുടേത് പന്നിയുടെ തൊലിയോ കരളോ ഹൃദയവാൽവോ അങ്ങനെയൊക്കെ മനുഷ്യരിലേക്ക് മാറ്റി ചികിത്സ നടത്താൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതിലും ഗവേഷണം നടക്കുന്നുണ്ട്. ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് മരണശേഷം തങ്ങളുടെ ശരീരം മാനവകുലത്തിന് പ്രയോജനമാം വിധം അനാട്ടമി പഠിക്കാൻ വേണ്ടി വിട്ടു നൽകാമോ? മുസ്ലിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വസിയത്ത് ചെയ്യാണ്, ഞാൻ മരിച്ചതിന് ശേഷം എൻ്റെ ഡെഡ് ബോഡി ഈ സമൂഹത്തിന് പൊതു ഗുണം കിട്ടുന്ന വിധത്തിൽ അത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി കൊടുക്കണമെന്ന് അങ്ങനെ വസിയത്ത് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ കൊടുക്കുന്നത് എന്താണ്, അതിൻ്റെ ഇസ്ലാമിക വിധി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം. ആര് പറയണം? പണ്ഡിതന്മാരായ നിങ്ങളൊക്കെ പറയണം. അതേപോലെ തന്നെ ബ്ലഡ് ബാങ്ക് ഉണ്ട്, രക്ത അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നുണ്ട്. അത് മുസ്ലിങ്ങളും എല്ലാം തന്നെ കൈമാറുന്നുണ്ട്. അതിലും വസുവാസിലുള്ള ആൾക്കാരുണ്ട്. നമ്മൾ മുസ്ലിങ്ങൾക്ക് ബ്ലഡ് കൊടുക്കുന്നുണ്ട്. കാരണം എന്ത് ചെയ്യുന്നു? നമ്മൾ മതനിരപേക്ഷത ബഹുസ്വരത അത് നിലനിർത്താൻ നമ്മളെല്ലാം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മുസ്ലിങ്ങളുടെ ബ്ലഡ് നമുക്ക് ഇങ്ങോട്ട് സ്വീകരിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്ന ആ വിഷയത്തിലുള്ളൊരു ചോദ്യമായി വരുന്നുണ്ട്. ബ്ലഡ് ബാങ്ക് പോലെ തന്നെ മുലപ്പാൽ ബാങ്ക് ഉണ്ട്. മുലപ്പാൽ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്, ഇങ്ങനെ കൊടുക്കാത്ത കുട്ടികൾക്ക്. അതിൻ്റെ മതവിധി എന്താണ്? ഗർഭസ്ഥ ശിശുവിൻ്റെ അംഗവൈകല്യം സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ ഗർഭഛിദ്രം നടത്താൻ പാടുണ്ടോ അല്ലേ? ആ വിഷയത്തിൽ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗനിർണയം, വാടക ഗർഭപാത്രം, ആ വിഷയത്തിൽ എന്താണ് ഇസ്ലാമിൻ്റെ വിധി? ഇതുപോലെയുള്ള സുപ്രധാനമായ വിഷയങ്ങളും ഇജ്തിഹാദിൻ്റെ മേഖലകളായി വരുന്നതാണ്. ഇനി സാങ്കേതിക വിദ്യ, ഡിജിറ്റൽ ലോകം, അതേപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി ലിക്വിഡ് മണി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൈമാറുന്നു. അതല്ലാതെ ഓൺലൈനായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തിക ഇടപാടുകൾ നടത്താനുള്ള സാധ്യതയുണ്ട്. ഇതങ്ങനെയൊന്നും അല്ലാത്ത, നിലവിൽ ഇല്ലാത്തൊരു സാധനമാണ് ഈ കറൻസി, ക്രിപ്റ്റോ കറൻസി, ഓൺലൈൻ ട്രേഡിംഗ്, ഡിജിറ്റൽ കരാറുകൾ, ഡിജിറ്റൽ സിഗ്നേച്ചർ തുടങ്ങിയ വിഷയങ്ങളിൽ ഇജ്തിഹാദ് ആവശ്യമാണ്. ഉദാഹരണത്തിന് ക്രിപ്റ്റോ കറൻസി ഹലാലാണോ എന്നത് സംബന്ധിച്ച് പണ്ഡിതന്മാർ വിവിധ വാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇതൊരു ആസ്തിയായി കണക്കാക്കാമോ എന്നതാണ് അവർ നിരീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അനിശ്ചിതത്വം കൂടുതലുള്ളതിനാൽ ഇത് ഒഴിവാക്കേണ്ടതുണ്ടോ? അപ്പോൾ ഇതൊക്കെ കൂടുതലായി ഇങ്ങനെ വരുമ്പോൾ മുസ്ലിം ഉമ്മത്തിന് അത്തരം കാര്യങ്ങൾ അതിന് കൃത്യമായ കണ്ടെത്തലുകൾ നടത്തേണ്ടതുണ്ട്. ഇനി ചുരുക്കുകയാണ്, ഇജ്തിഹാദിന് ഏറെ സൗകര്യമുള്ളൊരു കാലമാണ് ഈ കാലഘട്ടം. മുമ്പ് ഹദീസ് പഠനത്തിന് ഹദീസ് തേടി രാജ്യാന്തര യാത്രകൾ കഷ്ടപ്പെട്ട് പണ്ഡിതന്മാർ നടത്തേണ്ടിയിരുന്നു. ഒരു കവിതാശകലമോ ഭാഷയിലെ ഒരു പദമോ തേടി ദീർഘയാത്രകൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇക്കാലത്താകട്ടെ തഫ്സീർ, ഹദീസ്, ഫിഖ്, വ്യാകരണം, ഹദീസ് സമാഹാരം, അതിൽ തന്നെയുള്ള ദഈഫും സഹീഹും വേർതിരിച്ച ഗ്രന്ഥങ്ങൾ, ഹദീസ് നിവേദകരുടെ ചരിത്രമടക്കം വിജ്ഞാനത്തിൻ്റെ എല്ലാ മേഖലകളിലും ഗവേഷണ സാമഗ്രികൾ ഒരു വിരൽ തുമ്പിലെന്ന പോലെ നമുക്ക് സുലഭമാണ്. ഇത്തരം സാഹചര്യത്തിൽ ഖുർആനും സുന്നത്തും ആഴത്തിലറിഞ്ഞ് ഇസ്ലാമിക നിയമശാസ്ത്രത്തിൻ്റെ തത്വങ്ങൾ മനസ്സിലാക്കി മുൻ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെ വിലയിരുത്തി യോഗ്യതയുള്ള പണ്ഡിതന്മാർ ഈ ബാധ്യത അഭംഗുരം നിർവഹിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ അഭിപ്രായപ്പെടാനുള്ളത്. സംഗ്രഹമായി പറഞ്ഞാൽ ഇജ്തിഹാദ് ഇസ്ലാമിൻ്റെ സജീവതയും സമഗ്രതയും ലാഘവത്വവും പ്രകടമാക്കുന്ന ഒരു ജീവനാഡിയാണ്. മതത്തിൻ്റെ അടിസ്ഥാനങ്ങളെ കാത്തുസൂക്ഷിക്കുമ്പോഴും പുതിയ സാഹചര്യങ്ങളോട് അനുയോജ്യമായ വിധികൾ കണ്ടെത്താൻ ഇത് നമ്മെ സഹായിക്കുന്നു. അതിനാൽ ഇജ്തിഹാദ് ഇസ്ലാമിക ചിന്തയുടെ ഒരു അനിവാര്യമായ ഘടകമായി തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി അതിൻ്റെ ഒരു നതീജയാണ് ശരിക്ക് ഒരു ഫത്വയായി വരേണ്ടത്. ഫത്വയെക്കുറിച്ച് ഇൻഷാ അല്ലാഹ്
അഷ്റഫ് മദനി ഇവിടെ സംസാരിക്കും. ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അബ്ദുൽ അസീസ് മദനിയും സംസാരിക്കും. ചുരുക്കുന്നു. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.